പൊതുവിൽ കഥ നടക്കുന്ന പശ്ചാത്തലവും കാലഘട്ടവും കഥാപാത്രങ്ങളുടെ ക്യാരക്ടർ ട്രേസുകളും സെറ്റിങ്ങുകളും ഒക്കെ പ്രേക്ഷകരെ പരിചയപ്പെടുത്താൻ ഫിലിം മേക്കിംഗിൽ ഉപയോഗിക്കുന്ന വളരെ പ്രധാനപ്പെട്ട സ്റ്റോറി ടെല്ലിംഗ് എലമെന്റ് ആണ് എക്സ്പോസിഷൻ. ചിലപ്പോൾ അതൊരു ബാക്ക് സ്റ്റോറി ആവാം, ശബ്ദം കൊണ്ടുള്ള നറേഷൻ ആവാം, ചിലപ്പോൾ എക്സ്പോസിംഗ് ഷോട്ടുകളിലൂടെയും ആകാം. തൊണ്ടിമുതലും ദൃക്സാക്ഷ്യം എന്ന സിനിമയിലേക്ക് വന്നാൽ പ്രധാനമായും 2 ഷോട്ടുകളിലൂടെയാണ് സിനിമയിലേക്ക് പ്രേക്ഷകനെ എക്സ്പോസ് ചെയ്യുന്നത്. ആദ്യത്തേത് ഒരു ഈഗിൾസ് ഐ വ്യൂ ഷോട്ടിലൂടെ മാലമോഷണം നടക്കുന്ന ബസ്സും അതിനോട് ചുറ്റുന്ന വരണ്ടു നിറച്ച ഭൂമിയെയും പരിചയപ്പെടുത്തിക്കൊണ്ടാണെങ്കിൽ, രണ്ടാമത്തേത് ആ നാട്ടിലെ ഏറ്റവും പ്രധാന അധികാര കേന്ദ്രമായ പോലീസ് സ്റ്റേഷന് പോലും വെള്ളത്തിനായി ദൂരങ്ങൾ താണ്ടേണ്ടി വരുന്ന സാഹചര്യങ്ങളെ കാണിച്ചുകൊണ്ടുമാണ്. തൊണ്ടിമുതലും ദൃക്സാക്ഷിയും എന്ന സിനിമ ഒരു മാലമോഷണ കഥയാവാനുള്ള എല്ലാ സങ്കുചിത സാമൂഹിക പരിസരങ്ങളിലേക്കുമുള്ള ഒരു മികച്ച എക്സ്പോസിഷന്റെ ഉദാഹരണമാണിത്. ജോജിയിലെ ഓപ്പണിംഗ് സീൻ കഥാപശ്ചാത്തലത്തിലേക്ക് കാണികളെ കൂട്ടിക്കൊണ്ടുപോകുന്ന ഒരു ഡെലിവറി ഡ്രൈവറുടെ ബൈക്കിലാണ്. അയാൾ ഒച്ചകളും ആളുകളുമുള്ള സിറ്റിയിൽ നിന്നും പ്രേക്ഷകനെ ടാറിട്ട ഉൾനാടൻ റോഡിലേക്കും പൈനാപ്പിൾ തോട്ടത്തിനിടയിലൂടെയുള്ള മൺപാതയിലേക്കും പിന്നീട് ഒരു വീടിന് മുൻവശത്തേക്കുമാണ് എത്തിക്കുന്നത്. അതിനിടയിൽ ആ റബ്ബർ തോട്ടത്തിനിടയിലെ വളരെ ക്ലോസ്ഡ് ആയ വീടും പരിസരവും എല്ലാം കാണികളെ പരിചയപ്പെടുത്തുന്നുമുണ്ട്. ആ വീട്ടിലെ ഏറ്റവും ഇളയ അംഗമായ പോപ്പി എന്ന ടീനേജർ ആരോടും മിണ്ടാതെ, ആരും കാണാതെ വീടിന്റെ സ്റ്റെപ്പുകൾ ഇറങ്ങുന്ന വീട്ടിനുള്ളിൽ ചിത്രീകരിച്ചിരിക്കുന്ന ആദ്യ ഷോട്ടുകളിൽ തന്നെ അവിടുത്തെ അധികാരത്തിന്റെ ഹൈറാർക്കിയും നമ്മൾ അറിയുന്നുണ്ട്. പോപ്പി അപ്പാപ്പന്റെ അക്കൗണ്ടിൽ നിന്ന് മോഷ്ടിച്ച പണം കൊണ്ട് ഓർഡർ ചെയ്ത് കാത്തിരിക്കുന്ന ആ ഡെലിവറി പാക്കേജിനുള്ളിൽ ഉണ്ടായിരുന്നത് ജോജി പിന്നീട് ഉപയോഗിക്കുന്ന ഒരു എയർഗൺ മാത്രമല്ല, എന്നാൽ ഒറ്റ നോട്ടത്തിൽ പ്രേക്ഷകന് മനസ്സിലാകാത്ത സിനിമയ്ക്കുള്ളിലെ പ്രധാന നറേറ്റീവ്